ഡയറക്ഷൻ ഇ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ ടോപ്പിക്കായ 1857 കലാപത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു 1857 കലാപം. ഈ കലാപം ആരംഭിച്ചത് 10 മെയ് 1857 മാർച്ച് 29, 1857 കൽക്കട്ടയ്ക്കടുത്ത് ബരാക്പൂർ എന്ന സ്ഥലത്ത് വെച്ച് മംഗൽ പാണ്ഡെ എന്ന സിപ്പാഹി 2 ബ്രിട്ടീഷ് പോലീസ് ഓഫീസറിനെ വെടിവെച്ചതിനെ തുടർന്ന് ആണ് കലാപത്തിൻ്റെ ആരംഭം. ഈ സംഭവത്തെ ബരാക്പൂർ ഇൻസിഡൻറ്റ് എന്നാണ് പറയുന്നത്. 1857 കലാപത്തിൻ്റെ തീപ്പൊരി എന്നാണ് ബരാക്പൂർ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ മംഗൽ പാണ്ഡെ എന്ന സിപ്പാഹി 1857 കലാപത്തിൻ്റെ രക്തസാക്ഷിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ബരാക്പൂർ ഇൻസിഡൻറ്റിൻ്റെ പെട്ടെന്നുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കൊഴുപ്പുള്ള കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നതിനെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യക്കാരായ സിപ്പാഹികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഈ കലാപത്തിൻ്റെ തുടക്കം. മെയ് 10, 1857 മീററ്റിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യൻ സിപ്പാഹികൾ ബ്രിട്ടീഷുകാരുടെ കെട്ടിടങ്ങളും ഓഫീസുകളും ഒക്കെ തകർക്കുകയും അതിലുള്ള മേധാവികളെയും മറ്റ് ബ്രിട്ടീഷ് ആൾക്കാരെയും കൊല്ലുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് നടന്ന ഒരു സംഭവമായിരുന്നു സിപ്പാഹി ലഹള അഥവാ സീപോയ് മ്യൂട്ടിനി. മീററ്റിൽ വെച്ചാണ് 10 മെയ്നാണ് നടക്കുന്നത്. 11 മെയ് 1857 ഈ സിപ്പാഹികൾ മീററ്റിൽ ഉണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഡൽഹിയിലേക്ക് പോകുകയും ഡൽഹി പിടിച്ചടക്കുകയും അങ്ങനെ മുഗൾ രാജാവായിരുന്ന ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തി അഥവാ ഷെഹൻഷാ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ ഈ ലഹളയ്ക്ക് നേതൃത്വത്തിൻ്റെ ചുമതല കൊടുക്കുകയാണ് ചെയ്തത്. 1857 കലാപം നടക്കുമ്പോൾ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു ലോർഡ് കാനിങ്. മിലിറ്ററി കമാൻഡർ ആയിരുന്നു ജോൺ നിക്കോൾസൺ. 1858 ഈ കലാപം അടിച്ചമർത്തപ്പെട്ടാണ് ചെയ്തത്. അങ്ങനെ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്നത്തെ മ്യാൻമാറിലെ പഴയ ബർമയുടെ യംഗൂൺ എന്ന സ്ഥലത്തേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഓരോ സ്ഥലങ്ങളിൽ ഈ കലാപത്തെ നയിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. ഡൽഹിയിൽ 1857 കലാപം നയിച്ചത് ബഹാദൂർ ഷാ ആയിരുന്നു. ബഹാദൂർ ഷായുടെ സൈന്യാധിപനായിരുന്നു ഭക്ത് ഖാൻ. കാൺപൂരിൽ നാനാ സാഹിബിനെ സഹായിച്ചത് താന്തിയ തോപ്പയും അസീമുള്ളയുമായിരുന്നു. ഝാൻസിയിലും ഗ്വാളിയറിലും റാണി ലക്ഷ്മിബായി ആയിരുന്നു 1857 കലാപത്തിന് നേതൃത്വം നൽകിയത്. ബീഹാറിലെ ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആയിരുന്നു. ഉത്തർപ്രദേശിലെ ബാറുത്ത് എന്ന സ്ഥലത്ത് 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് ഷാമൽ ആയിരുന്നു. ഫൈസാബാദിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷാ ആയിരുന്നു. ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ ആയിരുന്നു. അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി ആയിരുന്നു. ലക്നൗ, അവധ്, അയോധ്യ, റോഹിൽഖണ്ഡ് എന്ന ഈ സ്ഥലങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. സിംഗ്ഭൂമിൽ ഛോട്ടാനാഗ്പൂരിലെ സ്ഥലമായ സിംഗ്ഭൂമിൽ നേതൃത്വം നൽകിയത് ഗോണു ആയിരുന്നു. ആസാമിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് മണിറാം പുട്ടി ആയിരുന്നു. മഥുരയിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ദേവി സിംഗ് ആയിരുന്നു. മീററ്റിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖേദം സിംഗ് ആയിരുന്നു. ഹറിയാനയിൽ ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് റാവു തുലാറാം ആയിരുന്നു.
1858 അങ്ങനെ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്വീൻ വിക്ടോറിയ ഇന്ത്യൻ ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു ലോർഡ് പാൽമർസ്റ്റീൻ. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ അഥവാ ഓൾഡ് മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കൻവർ സിംഗിനെയാണ്. കൻവർ സിംഗിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു വിശേഷണമാണ് ബീഹാറിന്റെ സിംഹം, ലയൺ ഓഫ് ബീഹാർ. 1857 കലാപത്തിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അസീമുള്ള ഖാനെയാണ്. അംബാസഡർ ഓഫ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത് അസീമുള്ള ഖാനെയാണ്. എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ എന്ന വാചകം പറഞ്ഞത് ഡൽഹൌസി പ്രഭുവായിരുന്നു. അവധിനെ കുറിച്ചാണ് ഡൽഹൌസി പ്രഭു ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത്. 1857 ഓഗസ്റ്റിൽ ആയിരുന്നു അസംഗഡ് ഡിക്ലറേഷൻ നടത്തിയത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഫിറോസ് ഷായുടെ നേതൃത്വത്തിലായിരുന്നു അസംഗഡ് പ്രഖ്യാപനം നടത്തിയത്. 1857 റിവോൾട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെ ഈ ഒരു കലാപത്തിന് പങ്കാളികൾ ആകണം എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു അസംഗഡ് ഡിക്ലറേഷനിലൂടെ മുഗൾ ഭരണാധികാരിയായ ഫിറോസ് ഷാ 1857 ഓഗസ്റ്റിൽ നടത്തിയത്. ഈ കലാപത്തെക്കുറിച്ചുള്ള തുടർന്നുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നോക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.